ഗൂഗിളിന്റെ ഗൂഗിൾ പിക്സൽ 9 പ്രോ എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 1,10,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ സ്മാർട്ട് ഫോൺ ഇപ്പം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഗൂഗിൾ പിക്സൽ 9 പ്രോ എന്നുള്ള സ്മാർട്ട് ഫോണിന്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 6.3 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ വരുന്നത്. റെസൊല്യൂഷൻ വരുന്നത് 1280x2852 ആണ്. പിന്നെ OLED പാനലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. LTPO എന്നുള്ള ഫീച്ചറും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് റിഫ്രഷ് റേറ്റ് 1 ഹെർട്സിന്റെയും 120 ഹെർട്സിന്റെയും ഇടയിലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഇതിൽ മാക്സിമം 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെന്റർ ഭാഗത്തായിട്ടാണ്. പിന്നെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 3000 നിറ്റ്സ് ആണ്. അതുപോലെ തന്നെ ഫോണിന്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2ന്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു പ്രൊട്ടക്ഷനും ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം തിരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഫോണിന്റെ സൈസ് എന്ന് പറയുന്നത് അത്യാവശ്യം കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു സൈസാണ്. ഇപ്പം നമുക്ക് അധികം 6.3 ഇഞ്ചിന്റെ സ്ക്രീൻ സൈസ് ഒന്നും കിട്ടാറില്ല. മിനിമം ഒരു 6.5 അല്ലെങ്കിൽ 6.6 ഇഞ്ചിന്റെ സ്ക്രീൻ സൈസ് എങ്കിലും വരാറുണ്ട്. അപ്പം അത്യാവശ്യം ചെറിയൊരു സ്ക്രീൻ സൈസ് ആണ് എന്ന് പറയാവുന്നതാണ് കമ്പാരിറ്റീവ്ലി. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിന്റെ വെയിറ്റ് വരുന്നത് 199 ഗ്രാം ആണ്. തിക്നെസ് വരുന്നത് 8.5 mm ആണ്. പിന്നെ IP68 റേറ്റിംഗ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പം ഈ ഫോൺ വാട്ടർ റെസിസ്റ്റന്റും അതുപോലെ തന്നെ ടെസ്റ്റ് റെസിസ്റ്റന്റുമാണ്. പിന്നെ ഫോണിന്റെ ബാക്കിൽ ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2ന്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അലൂമിനിയം ഫ്രെയിമും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. ഈ ഫോണിന്റെ ഹാസൽ, പോർസിലിൻ, റോസ് ക്വാർട്സ് അതുപോലെ തന്നെ ഒബ്സിഡിയൻ എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പ്രോസസറിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഗൂഗിളിന്റെ ടെൻസർ G4 ചിപ്പാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇത് ഗൂഗിളിന്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോസസറാണ്. സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന ഫ്ലാഗ്ഷിപ്പ് പ്രോസസറിന്റെ ആ ഒരു ലെവലിൽ എത്തുമോ എന്ന് വെച്ചാൽ ആ ഒരു ലെവലിൽ എത്തിക്കോളം എന്നില്ല. എന്നാലും അതിന്റെ അടുത്ത് വരുന്ന പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇതിൽ ലഭിക്കുന്നതായിരിക്കും. എന്തായാലും ഗൂഗിളിന്റെ തന്നെ ഫ്ലാഗ്ഷിപ്പ് പ്രോസസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ 16 GB റാമും 256 GB ഇന്റേണലൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ പല AI ഫീച്ചേഴ്സും വർക്ക് ചെയ്യാനായിരിക്കണം ഈ ഒരു 16 GB റാമൊക്കെ ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ NFC സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ടൈറ്റാൻ M2 സെക്യൂരിറ്റി ചിപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ഫോണിൽ വരുന്നുണ്ട്. Android 14 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഗൂഗിളിന്റെ ഡിവൈസ് ആയതുകൊണ്ട് തന്നെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ ആയിരിക്കും ഇതിൽ വരിക. അപ്പോൾ ക്ലീൻ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ 7 കൊല്ലത്തേക്കുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. വളരെ കൂടിയ കാലത്തേക്കുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് ഈ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. അതുമാത്രമല്ല പൊതുവെ അപ്ഡേറ്റ്സ് ഫസ്റ്റ് ഗൂഗിളിന്റെ ഡിവൈസുകളിലാണ് നമുക്ക് കിട്ടാറ്. വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. പിന്നെ പല AI ഫീച്ചേഴ്സും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. 50 മെഗാ പിക്സലിന്റെ f1.68 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. സെൻസർ സൈസ് വരുന്നത് 1/1.31 ഇഞ്ചാണ്. പിന്നെ 48 മെഗാ പിക്സലിന്റെ f1.7 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഇതിൽ വരുന്നുണ്ട്. ഇത് കൂടാതെ 48 മെഗാ പിക്സലിന്റെ f2.8 അപ്പേഴ്സിൽ വരുന്ന ഒരു ടെലിഫോട്ടോ ലെൻസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ 5x ഒപ്റ്റിക്കൽ സൂം ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 42 മെഗാ പിക്സലിന്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയും വരുന്നുണ്ട്. അപ്പം ഓൺ പേപ്പർ നല്ലൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ ഒക്കെ ഇതിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. അതുമാത്രമല്ല ഗൂഗിളിന്റെ ഡിവൈസുകളിൽ പൊതുവെ മികച്ചൊരു ക്യാമറ പെർഫോമൻസ് കിട്ടാറുണ്ട്. നല്ല ഒപ്റ്റിമൈസേഷൻ ആണ് അവരുടെ ഡിവൈസുകളിൽ വരാറ്. അപ്പം മികച്ചൊരു ക്യാമറ പെർഫോമൻസ് നമുക്ക് ഇതിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ബാറ്ററിയുടെ കാര്യത്തിൽ 4700 mAh ബാറ്ററി വരുന്നുണ്ട്. 45 വാട്ടിന്റെ ഫാസ്റ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വയർലെസ് ചാർജിങ് സപ്പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ Type-C ചാർജിങ് പോർട്ടും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ തരക്കേടില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പ് ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പക്ഷെ ഒരു കാര്യം എന്താ വെച്ചാൽ ഫോണിന്റെ ബോക്സിൽ ചാർജർ ഉണ്ടാവില്ല. അത് നമ്മൾ സെപ്പറേറ്റ് മേടിക്കേണ്ടി വരും. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിന്റെ വില വരുന്നത് 1,09,999 രൂപയാണ്. ഓഗസ്റ്റ് 22 മുതലാണ് ഈ ഫോണിന്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൽ അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ല ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. അത്യാവശ്യം തിരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സും തിരക്കേടില്ലാത്തൊരു പ്രോസസറും ഓൺ പേപ്പർ നല്ലൊരു ക്യാമറ സ്പെസിഫിക്കേഷനും തിരക്കേടില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പ് ഒക്കെ വരുന്നുണ്ട്. പക്ഷെ വിലയും അത്യാവശ്യം വരുന്നുണ്ട്. 1,10,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സാംസങ്ങിന്റെ ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന S24 സീരീസിൽ ചില ഫോണുകൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ iPhone 15 സീരീസിൽ വരുന്ന ചില ഫോണുകളും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആണ്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിലോട്ടൊക്കെ വരുമ്പം പല ആൾക്കാരും ഒന്നെങ്കിൽ ഐഫോൺ അല്ലെങ്കിൽ സാംസങ്ങിന്റെ ഫോണുകളൊക്കെയാണ് പ്രിഫർ ചെയ്യാറ്. അതൊക്കെ ഒഴിവാക്കിയിട്ട് എത്ര പേര് ഗൂഗിളിന്റെ ഫോണുകളിലോട്ട് വരും എന്നുള്ളതും ഒരു ഡൗട്ടാണ്. എന്തായാലും ഓവറോൾ നോക്കുമ്പോൾ ഈ ഒരു ഫോണിൽ അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ല ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പക്ഷെ വിലയും അത്യാവശ്യം ഉണ്ട്. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.